ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ അല്ലെങ്കിൽ ആ ട്യൂബ് വെച്ചിട്ട് വീട് മുഴുവൻ വെട്ടിത്തിളങ്ങാൻ, അതുപോലെ സ്ഥിരം ശല്യക്കാരായ പല്ലി പാറ്റ ഇങ്ങനെയുള്ളവയ്ക്ക് തുരത്തി ഓടിച്ചിട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് ആ ശല്യം ഇല്ലാതിരിക്കാനുള്ള ടിപ്പ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സുകളൊക്കെ ഒന്ന് നോക്കിയാലോ. ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ഇതുപോലുള്ള സ്റ്റിക്കറുകൾ, പാത്രങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിലുള്ള സ്റ്റിക്കറുകൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. പാത്രങ്ങൾ കഴുകുന്ന കൂട്ടത്തിൽ ഇത് ഉരച്ച് കഴുകുമ്പോൾ അത് പൊക്കോളും എന്ന് വിചാരിക്കും. പക്ഷെ അതിൽ ആ ഒരു സ്റ്റിക്കറിൻ്റെ പശ ഒട്ടിപ്പിടിച്ചിട്ട് വൃത്തികേടാകാറുണ്ട്. കണ്ടോ, ഇതിപ്പോൾ പഴയൊരു സ്റ്റീൽ പാത്രം, ഞാനിത് സ്റ്റിക്കർ ഇളക്കാതെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ്. ഇപ്പോഴും ആ ഒരു സ്റ്റിക്കർ അതുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിച്ച് വൃത്തികേടായി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ സ്റ്റിക്കറുള്ള പാത്രം, അതായത് പുതിയത് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതെടുത്തിട്ട് നേരെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ, അതായത് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, എന്നിട്ടത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കോളൂ. ഒരു 10 സെക്കൻഡ് നമുക്ക് ഈ ഒരു പാത്രം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ആ സ്റ്റിക്കറുള്ള ഭാഗത്ത്, അതിൻ്റെ അടിഭാഗത്തായിട്ട് ചൂട് കയറുന്ന രീതിയിൽ നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ അത് വിട്ട് കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇളകി അതിൽ നിന്നും അപ്പാടെ തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് പാത്രങ്ങൾ അധികം വൃത്തികേടാകാതെ, പശ ഒട്ടിപ്പിടിച്ചിരിക്കാതെ നമുക്ക് ക്ലീനായിട്ട് തന്നെ നമുക്ക് പാത്രം സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലേ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ അവക്കാഡോ ഒക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലേ, ജ്യൂസ് അടിച്ചിട്ടായാലും സ്മൂത്തി ആയിട്ടായാലും ഇല്ലേ സാലഡ്സിലായിട്ടായാലും എല്ലാം അവക്കാഡോ ഉപയോഗിക്കാറുണ്ട്. ഇത് കട്ട് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വന്നാൽ അതെങ്ങനെ കറുത്തൊന്നും പോകാതെ നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ള ടിപ്പാണ് കേട്ടോ പറയുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിച്ച ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തൊണ്ട്, അത് ബാക്കി വന്ന ഭാഗത്തോട് ചേർത്ത് വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് അതിൻ്റെ മേലേക്ക് ചുറ്റിക്കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നേരത്ത് നമുക്ക് കറുത്തൊന്നും പോകാതെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന നല്ലൊരു ഫിഷ് തവ ഗ്രില്ല്, അധികം വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫിഷ് തവ ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഫിഷിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 3-4 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ്, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും, പിന്നെ ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഫിഷിലേക്ക് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സീ ബ്രീം ഫിഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം ഫിഷ് വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ നെടുകെ കീറിയിട്ടുള്ളതാണ് കേട്ടോ ഫിഷ്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഈ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ അതിലേക്ക് ആ ഒരു നാരങ്ങയുടെ പുളിയും അതുപോലെ ഉപ്പും ഒക്കെ പിടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് ചൂടായ തവയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പുറവും ചെറിയ തീയിൽ നന്നായിട്ട് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് തവ ഗ്രിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, വീട്ടിൽ എപ്പോഴുള്ള ചേരുവകൾ കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓയിൽ വളരെ കുറച്ചാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫിഷ് റെസിപ്പി സേവ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഞാനിത് ഈ ഒരു റെസിപ്പി തന്നെ ഷോർട്സ് ആയിട്ടും ഞാനതെൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനലിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ ആ ഒരു സെക്ഷനിൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ കഴിയുന്നതാണ്.
ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റൊക്കെ അത് തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂബൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. പക്ഷേ ഇനി അത് വലിച്ചെറിയാതെ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്കുണ്ടാവുന്ന പല്ലി, പാറ്റ ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിവിടെ തീർന്നു പോയ ഒരു കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്യൂബ് നന്നായിട്ട് ഡ്രൈ ആയി ഉള്ളിലൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് വേസ്റ്റായിട്ട് വലിച്ചെറിയാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല, അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുലുക്കിയെടുത്താൽ തന്നെ അതിനുള്ളിൽ പറ്റിപ്പിടിച്ചിരുന്നിരുന്ന ആ ഒരു പേസ്റ്റൊക്കെ ഇളകിയിട്ട് ഇതുപോലെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. അപ്പം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തിൻ സ്ലൈസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസ് സവാളയും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു സൊല്യൂഷനിലേക്കാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ആ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സവാളയുടെ പീസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ആ സവാളയുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഒരു സൊല്യൂഷൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് എവിടെയൊക്കെയാണോ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ളത്, ഇപ്പോൾ കർട്ടൻ്റെ ജനലിൻ്റെ അവിടെ കർട്ടൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് പല്ലികളൊക്കെ ഉണ്ടാവാറ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേശ്ശെയായിട്ട് ഇതിപ്പോൾ ഒറ്റ സ്ലൈസ് വെക്കണം എന്നില്ല, അതിൻ്റെ ആ ഒരു റിങ് പറിച്ചെടുത്തിട്ട് അത് റിങ്സ് ആയിട്ട് വെച്ചാലും മതി കേട്ടോ. ഇല്ലെങ്കിൽ അത് ഈ സവാള തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയായാലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ, കബോർഡിൻ്റെ ഉള്ളിൽ, അതുപോലെ ഫ്രിഡ്ജിൻ്റെയൊക്കെ അടിയിലൊക്കെ നമുക്ക് കൈകൊണ്ടൊക്കെ എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കുഞ്ഞു കുഞ്ഞു പാറ്റകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വന്നിരിക്കാറ്. അപ്പോൾ അതിൻ്റെ അടിയിൽ, പിന്നെ നമ്മുടെ കൈയൊന്നും എത്താത്ത അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ സവാളയുടെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു എഫക്റ്റ്, ബേക്കിംഗ് സോഡയുടെ എഫക്റ്റും ആ ടൂത്ത് പേസ്റ്റും എല്ലാം തന്നെ പാറ്റകൾക്കൊന്നും പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്കൊന്നും പാറ്റയുടെ ശല്യമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ ഇനി ബാക്കി വന്ന ഈ ഒരു സൊല്യൂഷൻ കളയണമെന്നില്ല. നമുക്ക് ക്ലീനിങ് സൊല്യൂഷനായിട്ട്, അതായത് കിച്ചണിലെ സിങ്കും അതിൻ്റെ പൈപ്പും എല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വളരെ എഫക്റ്റീവാണ്. അതുപോലെ ഗ്യാസ് ടോപ്പ്, കൗണ്ടർ ടോപ്പ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ, അതേപോലെ കബോർഡ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള, എന്നാൽ നമ്മൾ വലിച്ചെറിയുന്ന ഈ സാധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു കുഞ്ഞു പാറ്റകളൊക്കെ പാടെ തന്നെ നമുക്ക് അപ്രത്യക്ഷമാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.